ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജർമ്മനിയിൽ എത്തിയിട്ട് പെട്ടെന്ന് എങ്ങനെ ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ജർമ്മനിയിൽ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ജർമ്മൻ ലാംഗ്വേജും കൂടെ ഇല്ലെങ്കിൽ അത് നല്ല ഡിഫിക്കൽട്ടാണ് ഒരു പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ജർമ്മനിയിൽ എത്തിയതിന് ശേഷം നിങ്ങൾ ഇനിഷ്യൽ രജിസ്ട്രേഷൻസ് എല്ലാം ചെയ്യുക. സിറ്റി രജിസ്ട്രേഷനും അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി, നിങ്ങൾ ഇൻഷുറൻസ് എല്ലാം വാലിഡേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ജോബ് പോർട്ടൽ, ഇപ്പോൾ ജർമ്മനിയിൽ പാർട്ട് ടൈം ജോബ്സ് ലിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ട്. ഇൻഡീഡ്, സ്റ്റെപ്പ് സ്റ്റോണിലൊക്കെയാണ് കൂടുതലായിട്ട് പാർട്ട് ടൈം ജോബ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൊരു യൂറോപാസ് CV ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലായിടത്തും ജോബിന് അപ്ലൈ ചെയ്യുക, പാർട്ട് ടൈമിന്. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാക്കിൻ ചെയ്യാൻ പറ്റും. അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിലെല്ലാം നിങ്ങൾക്ക് വാക്കിൻ ചെയ്തിട്ട് നിങ്ങളെ CV പ്രിൻ്റ് എടുത്തിട്ട് അവിടെ കൊണ്ട് കൊടുക്കാം. എന്നിട്ട് ജോബ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇതാണ് രണ്ടാമത് വരുന്നൊരു രീതി. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോബ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി ചെയ്യാം. നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി സൈഡിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിടാൻ പറ്റുന്നതാണ്. പിന്നെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ആണ്. നിങ്ങളിവിടെ എത്തിയതിന് ശേഷം മാക്സിമം മലയാളീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. മലയാളീസ് മാത്രമല്ല, നിങ്ങൾക്ക് കാണുന്ന എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരെല്ലാവരും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു റെഫറൻസ് കിട്ടാനുള്ള പ്രയോറിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് എപ്പോഴും ബിൽഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസീസ് ആണ്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള സിറ്റിയിൽ ഇങ്ങനെയുള്ള ഏജൻസീസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അവിടെ എല്ലാം ചെന്നിട്ട് നിങ്ങളെ സർട്ടിഫിക്കറ്റ്സും, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ എവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും CVയോടൊപ്പം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റും കൂടെ വെച്ച് വേണം അപ്ലൈ ചെയ്യാൻ. കാരണം എപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് ഉള്ളവർക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ജർമ്മനിയിൽ വന്നിട്ട് ഒരു ജോബ് സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതികൾ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നിങ്ങൾക്ക് നമ്മളെ പേജ് ഫോളോ ചെയ്യാവുന്നതാണ്.